മറ്റൊരാളുടെ കണ്ണ് നിറച്ചുകൊണ്ട് നമ്മൾ നേടുന്ന ഏതൊരു സന്തോഷത്തിനും അല്പായുസേ കാണുകയുള്ളൂ. കൂടെയുള്ളവരെ പുറകിൽ നിന്ന് കുത്തുക, എന്നിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ നല്ലവൻ ചമയുക. ഇതാണ് എല്ലാവരുടെയും സത്യസന്ധത. അവഗണനയും പരിഗണനയും തിരിച്ചറിയുന്ന നിമിഷം നാം നിൽക്കേണ്ട സ്ഥലം വ്യക്തമാകും. കാലിടറുമ്പോൾ ഒരു കൈത്താങ്ങിനായി കൊതിക്കാറുണ്ട് പലരും. പലപ്പോഴും ഒരർത്ഥത്തിൽ ആ വിശ്വാസം തന്നെയാണ് പരാജയവും. കൂട്ടിനാരുമില്ലെന്ന് വിശ്വസിപ്പിക്കണം സ്വന്തം മനസ്സിനെ. ഒരു പക്ഷേ അത് തന്നെയാണ് യാഥാർത്ഥ്യവും. ജീവിതത്തിൽ എന്ത് നേടിയാലും ഒരിക്കൽ അതെല്ലാം നഷ്ടമാകുമെന്ന് ചിലർ പറയും. പക്ഷേ ഒരിക്കലും നഷ്ടമാകാത്ത ചിലതുണ്ട്, ചിലരുടെ ഓർമ്മകൾ. ഓരോ വ്യക്തിയും നിങ്ങളോട് പെരുമാറുന്ന രീതിയിൽ ഒരു സന്ദേശമുണ്ട്. അത് മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുക്കരുത് എന്ന് മാത്രം. ചില കള്ളങ്ങൾ അങ്ങനെയാണ്. പറഞ്ഞവർ പെട്ടെന്ന് മറന്നു പോവുകയും കേട്ടവർ കാലങ്ങളോളം ഓർത്തു വെക്കുകയും ചെയ്യും. പറയാൻ ഏറെ ഉണ്ടെങ്കിലും പലപ്പോഴും മൗനം തന്നെയാണ് നല്ലത്. അതാകുമ്പോൾ ആർക്കും പരിഭവവുമില്ല, പരാതിയുമില്ല. എപ്പോഴും വേദനിക്കുന്ന ഹൃദയം പെട്ടെന്നൊന്നും തകരില്ല. എല്ലാ ദുഃഖങ്ങളെയും അതിജീവിക്കാൻ അത് കരുത്ത് നേടിത്തരും. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടും ഒരുപാട് പേർ ഇന്നും പുഞ്ചിരിയോട് ജീവിക്കുന്നത്. നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് മുന്നിൽ എത്രയൊക്കെ മനസ്സ് തുറന്നിട്ടും ഒരു കാര്യവുമില്ല. ചിലർ ആലിപ്പഴങ്ങൾ പോലെയാണ്. നനച്ചിരിക്കാതെ കൈവെള്ളയിൽ വീണ് കൊതിപ്പിക്കും. കൈപ്പിടിയിൽ ഒതുങ്ങി എന്ന് തോന്നുമ്പോൾ അലിഞ്ഞു തീരുകയും ചെയ്യും. ശക്തനായ ശത്രുവിനെ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ജയിച്ചെന്നു വരാം. പക്ഷേ ചതിയനായ മിത്രത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഉറപ്പായും തോറ്റുപോകും. അർഹതയില്ലാത്ത ഒന്നിനെയും മതിമറന്ന് സ്നേഹിക്കരുത്. അത് നമുക്ക് എന്നും വേദന മാത്രമേ സമ്മാനിക്കൂ. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോവുക. തന്റെ ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന പുരുഷനെ സ്ത്രീകൾ ശ്രദ്ധിക്കും. എത്രത്തോളം നമ്മൾ സഞ്ചരിക്കുന്ന വഴി ദുർഘടമാകുമ്പോഴും മനോഹരമായ ഒരു വഴി മുന്നിലുണ്ടാകുമെന്ന തോന്നലാണ് നമുക്ക് മുന്നോട്ട് നടക്കാൻ പ്രചോദനമാകുന്നത്. നിരന്തരമായ പരിശ്രമങ്ങളാണ് നേട്ടങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. വിജയത്തിന് ഭാഗ്യത്തെ ആശ്രയിക്കുന്നതിലും പരാജയത്തിന് ഭാഗ്യത്തെ കുറ്റപ്പെടുത്തുന്നതിലും യാതൊരു അർത്ഥവുമില്ല. നിഷ്കളങ്കരായ മനുഷ്യർ വിഡ്ഢികളല്ല. അവർ കരുതുന്നത് എല്ലാവരും അവരെ പോലെ നല്ല മനസ്സുള്ളവരാണ് എന്നാണ്. 1000 തിരികൾ ഒരുമിച്ച് തെളിയിച്ചാലും ആഗ്രഹിച്ചത് തെളിഞ്ഞില്ലെങ്കിൽ അതൊരിരുട്ട് തന്നെയാണ്, മനസ്സിലും ജീവിതത്തിലും. ആദ്യമായി നമ്മൾ തിരിച്ചറിയേണ്ടത് സ്വന്തം ദൗർബല്യങ്ങളെയാണ്. എങ്കിലേ നമുക്ക് നമ്മുടെ പരിമിതികളെ മറികടക്കാൻ കഴിയൂ. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റാൻ കഴിയൂ. അതുകൊണ്ട് ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത്. നിങ്ങളെ ആരെങ്കിലും ഒഴിവാക്കിയെന്ന് തോന്നിയാൽ മനസ്സിലാക്കുക, നമ്മളെ കൊണ്ടുള്ള ആവശ്യം അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അവർക്കൊരു അനാവശ്യമാണ്. വിശ്വാസം തന്നെയാണ് ബന്ധങ്ങളുടെ ആത്മാവ്. അത് നഷ്ടപ്പെടുത്തിയവർ പിന്നെ എത്ര അടുപ്പം കാണിച്ചാലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു അകലം ബാക്കിയുണ്ടാകും. ഒരിക്കലും ഒരാളെയും പൂർണ്ണമായി മനസ്സിലാക്കി എന്ന് വിചാരിക്കരുത്. എത്രയൊക്കെ പ്രിയപ്പെട്ടവരാണെങ്കിലും അവസ്ഥയോ സാഹചര്യമോ മാറുമ്പോൾ അവരുടെ മറ്റൊരു മുഖം കൂടി കാണേണ്ടി വന്നേക്കാം. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അറിവുള്ളവർ സ്വയം തിരുത്തും. അറിവില്ലാത്തവർ തർക്കിച്ചുകൊണ്ടേയിരിക്കും. ഏറ്റവും കൂടുതൽ നിറങ്ങളുള്ളത് മഴവില്ലിനാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഏറ്റവും കൂടുതൽ നിറങ്ങളുള്ളത് മനുഷ്യ മനസ്സിനാണ്. സാഹചര്യങ്ങൾക്ക് ആളുകളുടെ നിറം മാറ്റിക്കൊണ്ടേയിരിക്കും. ഏറ്റവും വലിയ സൗഭാഗ്യം എന്തെന്നാൽ നിറഞ്ഞു കവിഞ്ഞ സൗന്ദര്യമോ സമ്പാദ്യമോ അല്ല, മനസ്സമാധാനം നിറഞ്ഞ ജീവിതമാണ്. ഒരുപാട് സംസാരിക്കുക, ഒരുപാട് ചിരിക്കുക, സങ്കടം വന്നാൽ കരയുക. കാരണം ഇത് ജീവിതമാണ്, നാടകമല്ല. കൂടെയുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നീ നിൽക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നാളെ അവരുടെ സന്തോഷത്തിന് വേണ്ടിയും നീ മാറി നിൽക്കേണ്ടി വരും. മുഖങ്ങൾക്കിടയിലുള്ള മുഖമൂടികൾ തിരിച്ചറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ ഒരു പുഞ്ചിരിയോടെ നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിന്റെ വിജയമാണ്. സന്തോഷം എന്നത് നിങ്ങൾ ഭാവിയിലേക്ക് മാറ്റിവെക്കേണ്ട ഒന്നല്ല,
അത് നിങ്ങൾ ഇന്നത്തേക്കായി രൂപകൽപ്പന ചെയ്യേണ്ട ഒന്നാണ്. ഒരു സ്ത്രീ നിങ്ങളെ അവഗണിക്കുന്നതിന് പ്രധാന കാരണം അവൾക്ക് നിങ്ങളോട് സഹകരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടോ മനഃപൂർവ്വം പിണക്കം ഭാവിക്കുന്നത് കൊണ്ടോ ആണ്. ഒരു കാര്യത്തിനായി നിങ്ങൾ എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നുവോ അത്രത്തോളം ആത്മസംതൃപ്തി അത് നേടിയെടുക്കുമ്പോഴും നിങ്ങൾക്ക് അനുഭവപ്പെടും. നല്ല സേവനത്തിനുള്ള പ്രതിഫലം ഒരൊറ്റ ദിവസം കൊണ്ട് ലഭിക്കുമെന്ന് കരുതരുത്. കർത്തവ്യങ്ങൾ നിറവേറ്റുന്നവർക്ക് അതിന്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. ഓരോ സൗന്ദര്യത്തിനും അത് കാണാൻ എവിടെയോ ഒരു കണ്ണുണ്ട്. ഓരോ സത്യവും കേൾക്കാൻ എവിടെയോ ഒരു കാതുണ്ട്. അതുപോലെ ഓരോ പ്രണയത്തിനും അത് സ്വീകരിക്കാൻ എവിടെയോ ഒരു ഹൃദയമുണ്ട്. സ്വപ്നം കാണുവാൻ വിലക്കുകളില്ല എന്നതു തന്നെയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. ജീവിതം നിങ്ങളെ നിരവധി പാഠങ്ങൾ പഠിപ്പിക്കുന്നു. പലത് നല്ലതും ചിലത് ചീത്തയും. നല്ലതിൽ നിന്നും മാത്രം പഠിക്കുക, തിന്മയെ മറക്കുക. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ താല്പര്യമില്ലാതായാൽ ജീവിതം ഉപയോഗശൂന്യമാകും. ഒരുപക്ഷെ അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചെന്ന് വരില്ല. വിജയിക്കാൻ ഞാൻ എടുത്തിട്ടുള്ള തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ പിന്തള്ളുകയില്ല. ഇന്നലകളെ ഓർത്തുകൊണ്ട് ജീവിക്കരുത്. നാളെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുകയും അരുത്. ഇന്നിൽ മാത്രം നിങ്ങളുടെ സർവ്വശക്തിയും കേന്ദ്രീകരിക്കുക. ആളുകളോട് ദയയോടും നീതിയോടും കൂടി പെരുമാറുകയും അവരിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്താൽ അവർ എല്ലായ്പ്പോഴും നിങ്ങളുടെ വാക്കുകൾക്ക് കാതോർക്കും. നമ്മെ നാം ആക്കുന്നത് നമ്മുടെ ചിന്തകളാണ്. 1000 തിരികൾ വെളിച്ചം പകർന്നു കൊടുക്കുന്നത് കൊണ്ട് ഒരു മെഴുകുതിരിയുടെ ആയുസ് കുറയുന്നില്ല. പങ്കുവയ്ക്കപ്പെടുന്ന സന്തോഷവും അതുപോലെയാണ്. നിങ്ങൾ നിങ്ങൾക്ക് തന്നെ പ്രകാശമായി വർദ്ധിക്കുക. ആത്മവിശ്വാസമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി. നിങ്ങൾ നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങുന്നു. പ്രതീക്ഷയുടെ തിരുനാളങ്ങൾ അണയാതിരിക്കട്ടെ. ജീവിതം ഉരുകിത്തീരുമ്പോഴും നാം ഓരോരുത്തരുടെയും മനസ്സിലെവിടെയോ പ്രതീക്ഷകളുടെ തിരുനാളങ്ങൾ എരിയുന്നുണ്ട്. അതാണ് മുൻപോട്ടുള്ള നമ്മളുടെ പ്രയാണത്തിന് ഇന്ധനമേകുന്നത്. ആത്മവിശ്വാസം വിജയത്തെ കൊണ്ടുവരും എന്നതിൽ അർത്ഥമില്ല. പക്ഷെ അത് നിങ്ങൾക്ക് വെല്ലുവിളികളെ നേരിടാനുള്ള ശക്തി നൽകും. യാചിക്കുന്നവന്റെ മുന്നിൽ നീ അഹങ്കരിക്കരുത്. അഹങ്കരിക്കുന്നവന്റെ മുന്നിൽ നീ യാചിക്കുകയും ചെയ്യരുത്. ജീവിതത്തിൽ വിജയം നേടുന്നവരെല്ലാം പ്രത്യേക കഴിവുള്ളവരായിരിക്കണമെന്നില്ല. പലപ്പോഴും ശരാശരി കഴിവുള്ളവരാകും അവർ. എന്നാൽ സ്ഥിരോത്സാഹവും ക്ഷമാശീലവും അവരെ ആത്യന്തിക വിജയത്തിലേക്ക് നയിക്കുന്നു. ഒരു പുരുഷൻ തന്റെ സ്ത്രീക്ക് മറ്റുള്ളവരോട് അസൂയ ഉണ്ടാക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കില്ല. മറ്റുള്ളവർക്ക് തന്റെ സ്ത്രീയോട് അസൂയ തോന്നാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. പിന്നിലായിപ്പോയി എന്ന് കരുതി ഒരിക്കലും നിരാശപ്പെടരുത്. ഏറ്റവും താഴ്ന്ന പടിയിൽ നിന്ന് പോലും മുകളിലേക്ക് മാർഗങ്ങൾ ഉണ്ടാകും. ആരും ആവശ്യത്തിലേറെ സത്യസന്ധരാവരുത്. വളവില്ലാതെ നേരെയുള്ള മരങ്ങളാണ് ആദ്യം മുറിക്കപ്പെടുക. സത്യസന്ധരാണ് എപ്പോഴും ആദ്യം ക്രൂശിക്കപ്പെടുക. ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ സമയം എടുക്കുന്നതിനാൽ ഒരിക്കലും അത് ഉപേക്ഷിക്കരുത്. എന്തായാലും സമയം കടന്നുപോകും. നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവരെ വിശ്വസിക്കരുത്. നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നു എന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചു തരുന്നവരെ വിശ്വസിക്കുക. നിങ്ങളുടെ ഏറ്റവും മോശമായ അവസ്ഥയിൽ നിങ്ങളെ ഉപേക്ഷിക്കുന്നവരെ ഒരിക്കലും മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യരുത്. ജീവിതത്തിൽ തളരുമ്പോൾ നമുക്ക് വേണ്ടത് ഉപദേശങ്ങളല്ല, നമ്മളെ കാണാനുള്ള കണ്ണുകളും കേൾക്കാനുള്ള കാതുകളും മനസ്സിലാക്കാനുള്ള ഹൃദയവുമാണ്. എല്ലാ കാര്യങ്ങളും പഴയതുപോലെ ആക്കിയെടുക്കുവാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. ജീവിതവും സമയവും മുന്നോട്ടല്ലാതെ ഒരിക്കലും പിറകിലോട്ട് പോകില്ല. പഴയതുപോലെ ആക്കുവാൻ വേണ്ടി സമയം കളയാതെ പുതിയതുമായി പൊരുത്തപ്പെടുക. എനിക്കെല്ലാം അറിയാമെന്ന ചിന്ത വന്നു തുടങ്ങിയാൽ അവിടെ തുടങ്ങും നമ്മുടെ പരാജയം. വിജയത്തിലേക്ക് മുൻവിധികളില്ലാതെ യാത്ര ചെയ്യുക. വിജയിക്കാനുള്ള ആഗ്രഹം, നേടാനുള്ള ഇച്ഛാശക്തി, മുഴുവൻ കഴിവുകളും വിനിയോഗിക്കാനുള്ള ത്വര, ഇവയാണ് വ്യക്തിഗത മികവിന്റെ വാതിൽ തുറക്കുന്ന താക്കോലുകൾ. മനസ്സിനേറ്റ ചില മുറിവുകൾ കാലത്തിനു മായ്ക്കാൻ പറ്റുമെന്ന് പറയുന്നത് കള്ളമാണ്. ചില വേദനകൾ, ചില വേർപാടുകൾ, ചില അപമാനങ്ങൾ, ചില ഒഴിവാക്കലുകൾ മറന്നു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനേ കഴിയൂ. മരിക്കുന്നത് വരെ അതങ്ങനെ മനസ്സിൽ നീറി നീറി കഴിയും. സ്നേഹബന്ധങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തെറ്റുകളെല്ലാം ക്ഷമിച്ചിരിക്കും. ബന്ധങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ ചെറിയൊരു തെറ്റിനായി കാത്തിരിക്കും.
ഇത് ജീവിതമാണ്. ബഹുജനങ്ങൾ പലവിധമാണ്. ചിലരുടെ സാന്നിധ്യം നമ്മുടെ മനസ്സിലെ ഇരുട്ടിനെ വെളിച്ചമാക്കുന്നു. മറ്റു ചിലരാകട്ടെ നമ്മളിലുള്ള വെളിച്ചത്തെ വരെ കെടുത്തുന്നു. ആർക്കും ഇരുമ്പിനെ നശിപ്പിക്കാൻ കഴിയില്ല, പക്ഷേ സ്വന്തം തുരുമ്പിന് കഴിയും. അതുപോലെ ആർക്കും ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ കഴിയില്ല, പക്ഷേ അയാളുടെ മാനസികാവസ്ഥയ്ക്ക് സാധിക്കും. സ്നേഹവും ബഹുമാനവും ആദരവും ലഭിക്കേണ്ട ആദ്യത്തെ വ്യക്തി സ്വയം തന്നെയാണ്. നമ്മെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റൊരാൾക്ക് കഴിയുമോ? ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ആഗ്രഹിച്ചാൽ അയാൾ ഉറപ്പായും അവളെ ആകർഷിക്കാൻ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കും. ഒരു മരത്തിന്റെ ജീവൻ അതിന്റെ വേരുകളിലാണ്, ഭംഗിയുള്ള പൂക്കളിലല്ല, അതുപോലെ പുഞ്ചിരിക്കുന്ന മുഖങ്ങളല്ല. നന്മയുള്ള മനസ്സുകളാണ് തിരിച്ചറിയേണ്ടതും കൂടെ നിർത്തേണ്ടതും. നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മുടെ കൂടെ വേണമെന്ന് ഒരിക്കലും വാശി പിടിക്കരുത്. കാരണം അവർക്കും അവർ സ്നേഹിക്കുന്നവർ കൂടെ വേണമെന്നാകും ആഗ്രഹം. സ്ഥാനമില്ലാത്തടത്ത് സ്ഥലമുണ്ടെങ്കിലും ഇരിക്കരുത്. സ്ഥാനമുണ്ടെങ്കിൽ സ്ഥലമില്ലാത്തടത്ത് പോലും അഭിമാനത്തോടെ നിൽക്കാം. വേണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങൾ വേണ്ട എന്ന് തന്നെ പറയണം. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആര് തന്നെ നിർബന്ധിച്ചാലും പറ്റില്ല എന്ന് തന്നെ പറയണം. നേരിടാൻ തയ്യാറായി ഒരു മനസ്സുണ്ടെങ്കിൽ കീഴടങ്ങാൻ തയ്യാറായി ഒരു ലോകം തന്നെ നിന്റെ മുൻപിൽ ഉണ്ടാകും. ബുദ്ധിയുള്ള ആളുകൾ മറ്റുള്ളവർ പറയുന്ന നെഗറ്റീവ് അഭിപ്രായങ്ങളെ മുഖവിലക്കെടുക്കാറില്ല. അതിലേക്ക് ശ്രദ്ധ ഊന്നിയാൽ അത് നമ്മളിൽ നെഗറ്റിവിറ്റി ഉണ്ടാക്കും എന്നത് ഒരു വസ്തുതയാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരം ഉയർത്താൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഭൂരിപക്ഷവും നിങ്ങൾക്ക് നഷ്ടപ്പെടും. നല്ലത് മാത്രം ചിന്തിക്കുവാൻ ശീലിക്കുക, എന്നാൽ മനസ്സു നന്നാകും. മനസ്സു നന്നായാൽ പ്രവൃത്തിയും, അങ്ങനെ വ്യക്തിയും നന്നാവും. വ്യക്തി നന്നായാൽ കുടുംബവും, കുടുംബം നന്നായാൽ സമൂഹവും നന്നാവും. സ്വപ്നങ്ങൾക്ക് പുറകെ സഞ്ചരിക്കണം. പരിഹാസങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളണം. വിയർപ്പൊഴുക്കി അധ്വാനിക്കണം. തളർത്തുന്നവരുടെ മുന്നിൽ പുഞ്ചിരിയോടെ തലയുയർത്തി നടക്കണം. നോവ് മറച്ചുകൊണ്ടല്ല, നോവറിഞ്ഞു ചിരിക്കണം. തളർത്തുന്നവർക്ക് കരുത്താകുവാനും തളർത്തിയവർക്ക് കരുത്തറിയിക്കുവാനും. എത്ര ശ്രമിച്ചാലും മായ്ക്കാൻ കഴിയാത്ത ചില ഇന്നലെകളുണ്ട്. ഓർക്കും തോറും മുറിവിന്റെ ആഴം കൂട്ടുന്ന ചില ഓർമ്മകൾ. നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത്. നിങ്ങളെ ആവശ്യമുള്ളവരോട് ഒരിക്കലും തിരക്കിലാണെന്ന് പറയരുത്. നിങ്ങളെ എപ്പോഴും വിശ്വസിക്കുന്നവരെ ചതിക്കരുത്. നിങ്ങളെ എപ്പോഴും ഓർക്കുന്നവരെ മറക്കരുത്. ചെയ്യേണ്ടതെല്ലാം ആത്മാർത്ഥതയോടെ ചെയ്യുക. ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. ജീവിതത്തിൽ നിരാശരാകേണ്ടി വരില്ല. ലക്ഷ്യം വളരെ ഉയരത്തിലായതുകൊണ്ട് അതിൽ എത്തിപ്പെടാൻ സാധിക്കാത്തതല്ല. ലക്ഷ്യം ചെറുതായതുകൊണ്ട് നാം അതിൽ എത്തിപ്പെടുന്നു എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അനാവശ്യമാണ്. കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്നത് മണ്ടത്തരവും. തന്റെ വികാരങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നിഷ്കളങ്കരായ പെൺകുട്ടികൾ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പൂർണ്ണമായും വെളിപ്പെടുത്തും. ശത്രുക്കളെ ഉണ്ടാക്കാൻ വഴക്കിടേണ്ട ആവശ്യമില്ല. സത്യം തുറന്നു പറയാൻ തയ്യാറായാൽ മതി. ഇഷ്ടം പോലെ ശത്രുക്കൾ ബന്ധുക്കളിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നും ലഭിച്ചേക്കാം.